കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഉത്തര നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെങ്കിൽ തന്നെ 2 കൂറുകളിൽ ജന്മം നൽകുക, 2 കൂറുകളിൽ ജനിച്ച നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറും കന്നിക്കൂറും. കന്നിക്കൂറ് സ്വാഭാവികമായിട്ട് ഈ ഒരു വർഷം അല്പം മോശമായിട്ടുള്ള സമയമാണ്. കണ്ടകശനിക്ക് പാത്രീഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. ധനസമ്പാദനത്തിലും ബുദ്ധി സാമർഥ്യത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. ഉത്തര നക്ഷത്രത്തെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അല്പം സമയം മോശം, ഈശ്വരാധീനത്തിന് വൈകല്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഉത്തര നക്ഷത്രം. അത് തന്നെയല്ല, ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് നല്ല മുഖസൗന്ദര്യവും നല്ല ശോഭയും പ്രശോഭയും ഒക്കെ ഒരു സൂര്യ തേജസ്സോടു കൂടി ഇരിക്കുന്നതായിട്ടുള്ള ആൾക്കാരായിരിക്കും ഉത്തര നക്ഷത്രത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും. ഉത്തര നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് സുമംഗലികളാകാനുള്ള യോഗാവസ്ഥ കൂടുതലാണ്. പക്ഷേ എങ്കിൽ ഉത്തര നക്ഷത്രത്തിൻ്റെ ഒരു മധ്യകാല സ്ഥിതി എന്ന് വെച്ചാൽ കാർത്തിക ഉത്രാട ആദിത്യ ദശയിലെ ജനനമാണ്. ആദ്യത്തെ 3.5 വർഷത്തോളം അല്ലെങ്കിൽ 4 വർഷത്തോളം പിതൃസ്ഥാനത്തിന് ദുരിതങ്ങളും ദോഷങ്ങളും ഗ്രഹപ്പിഴാവസ്ഥയും സമ്മാനിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തര നക്ഷത്രം. ആ പിതൃസ്ഥാനത്തിന് ദോഷവും ദുരിതവും സംഭവിക്കുന്നതായിട്ടുള്ള നക്ഷത്രം ആയതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും ആ ആളിൻ്റെ ഗ്രഹനിലപ്രകാരം ആദിത്യൻ എവിടെ നിൽക്കുന്നോ, പിതൃസ്ഥാനീയനായിരിക്കുന്ന ഗ്രഹമാണ് ആദിത്യൻ, സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് അഖില പിതൃകാരകൻ. അപ്പോൾ ആദിത്യൻ എവിടെ നിൽക്കുന്നോ ആ ആദിത്യനുള്ള പരിഹാരങ്ങളും നവഗ്രഹ പൂജയും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിതൃസംബന്ധമായിട്ടുള്ള അരിഷ്ടാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. കണ്ടകശനിയുള്ളവർ ശാസ്താവിനെ അല്ലെ അയ്യപ്പനെ, രണ്ടും രണ്ടാണ്, ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പനെ സേവിക്കുന്നതും അയ്യപ്പനെ എള്ളെണ്ണ കൊണ്ടുകൊണ്ട് അഭിഷേകം നടത്തുന്നതും അതുപോലെ ശാസ്ത്ര സൂക്ത അർച്ചന നടത്തുന്നതും ശാസ്ത്ര സഹസ്രനാമ അർച്ചനയൊക്കെ നടത്തുന്നതും ഉത്തര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ലതാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള നക്ഷത്രമാണ് ഉത്തര നക്ഷത്രത്തിൻ്റെ. ഏത് പ്രവർത്തനത്തിനും ഏത് തൊഴിലിനാണെങ്കിലും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും സധൈര്യം മുന്നിട്ടിറങ്ങുന്ന ആളും സത്യസന്ധത പുലർത്താനായിട്ട് മാക്സിമം അവരുടെ കഴിവിൻ്റെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ അവരുടെ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന ആൾക്കാർ കൂടാണ് ഉത്തര നക്ഷത്രത്തിൽ പെട്ട ആൾക്കാർ. ഉത്തര നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും നേരിട്ട് എങ്കിൽ തന്നെയും നല്ലൊരു ജോലി ലഭിക്കാനും നല്ലൊരു തൊഴിൽ ലഭിക്കാനോ അതിൽ നിന്ന് ധനം ആഗമനം ഉണ്ടാകുവാനുമായിട്ടുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തര നക്ഷത്രം. ഉത്തര നക്ഷത്രത്തിൻ്റെ മൃഗം ഒട്ടകമാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇത്തിയാണ്. ഇത്തി വൃക്ഷം വെച്ച് പിടിപ്പിക്കുകയും അതിന് വെള്ളം കോരുകയും അതിന് വളമിടുകയും ഒക്കെ ചെയ്യുന്നത് ആ ഉത്തര നക്ഷത്രം ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെ ജീവിക്കുന്നതായിട്ടുള്ള ഗൃഹ അന്തരീക്ഷത്തിനും ഭൂമിക്കുമൊക്കെ പോസിറ്റീവ് എനർജി കൂടാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും കണ്ണേറെ ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും അവനവൻ്റെ നക്ഷത്രങ്ങൾ ഓരോ വൃക്ഷങ്ങളുണ്ട് അവനവൻ്റെ നക്ഷത്രത്തിന് പ്രപഞ്ചവും നക്ഷത്രവുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ വൃക്ഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷങ്ങൾ നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രകൃതിക്കും നല്ലതാണ്, നമ്മുടെ ആയുസ്സിനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, അതിൻ്റെ സാമീപ്യവും മറ്റു കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിനും നല്ലതാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ബന്ധുക്കൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാക്കി തരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഉത്തര നക്ഷത്രം. സൽബുദ്ധി, നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ടും ദേവാലയ ദർശനം നടത്താനായിട്ടും യാത്രകൾ ചെയ്യാനായിട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രം കൂടാണ് ഉത്തര നക്ഷത്രം. എങ്കിൽ തന്നെ ഇവരുടെ വിവാഹ ജീവിതം അല്പം ദുരിതപൂർണ്ണമാണ്. ഒരു 33 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു കുടുംബജീവിതം അന്യോന്യം ഒരു പരസ്പര വിദ്വേഷം ഉണ്ടാകുക, ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തുന്നതൊക്കെ രീതിയിലുള്ള അവസ്ഥകളുണ്ടാകുക, തൊഴിൽ സംബന്ധമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാകുക, അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള വരുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഉത്തര നക്ഷത്രക്കാർക്കുണ്ട്. അപ്പോൾ ആ ഉത്തര നക്ഷത്രക്കാർ അതാത് ഗ്രഹനിലപ്രകാരം അതാത് ഗ്രഹനിലയിൽ നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും ഉത്തമ ജ്യോത്സ്യനെ കൊണ്ട് കവടി നോക്കി അതിൽ കാണുന്നതായിട്ടുള്ള വിഷയങ്ങളും ഗൃഹസംബന്ധമായിട്ടാണോ അതോ ഭൂമി സംബന്ധമായിട്ടാണോ കർമ്മസംബന്ധമായിട്ടാണോ ബന്ധു സംബന്ധമായിട്ടാണോ
ഏത് സംബന്ധമായിട്ടാണ് നമുക്കുള്ള ദുരിതം അല്ലെങ്കിൽ ദോഷം അല്ലെങ്കിൽ അതിനുള്ള ആക്കം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അതത് കർമ്മങ്ങൾക്കുള്ള അതത് ദോഷങ്ങൾക്കുള്ള കർമ്മസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിന് ജീവിതകാലം വരെ അല്ലെങ്കിൽ മരണം വരെയുള്ള ആ അവസ്ഥ തരണം ചെയ്ത് ദോഷദുരിതങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതാവസ്ഥയുള്ള ഒരു നക്ഷത്രം കൂടാണ്. ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ദേവങ്കൽ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ടുള്ളത് നല്ലതാണ്. പുരുഷ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു നക്ഷത്രം കൂടാണ്. ശാസ്താവിനെ കൂടുതൽ ഭജിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശാസ്താവിൻ്റെ നീലപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ ഒരു അവസരത്തിൽ നീലപുഷ്പങ്ങൾ, നീലപ്പട്ട് ചേർത്തുക, കറുത്ത പട്ട് ചേർത്തുക, പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ കണ്ടകശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യത്തെ വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരാധീനം ആർജിച്ചെടുക്കുക, രോഗദുരിതങ്ങളൊക്കെ ശ്രദ്ധിക്കുക. രോഗം ദുരിതമൊക്കെ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയം ജപിക്കുക. ഓം ത്രംബകേ ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധന ഉർവാരികമിക ബന്ധനാമർത്തർ മുക്ഷിയം ആമൃത എന്നുള്ള മന്ത്രമൊക്കെ ജപിച്ച് ഭാഗവത പാരായണമൊക്കെ ചെയ്ത് ശിവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിന് ആജീവനാന്തം എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുള്ളവരാണ് മനുഷ്യർ. പ്രശ്നങ്ങളില്ലാത്തൊരു ഒരു മനുഷ്യരും ഇല്ല. എത്ര കോടികൾ ഉള്ള ആൾക്കാരാണെങ്കിലും ധനവാനാണെങ്കിലും പ്രശ്നങ്ങൾ അടിക്കടിക്കുക. ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളുണ്ട്. അതാത് സമയത്തുള്ള പരിഹാരങ്ങൾ ചെയ്ത് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തമമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാകും, ഒരു നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.